വളരുന്ന കൈരളിയിലേക്ക് ഏവർക്കും സ്വാഗതം. HSST മലയാളം ഓഗസ്റ്റ് മാസം നടത്തിയ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റാതിരുന്നു. അപ്പോൾ ആ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ വീഡിയോ. ചോദ്യത്തിലേക്ക് പോകാം. ഗഗനം ഗഗനം പോലെ സാഗരം സാഗരോപമ ശ്രീമൂലക നൃപനൊപ്പം ശ്രീമൂലക നൃപാലകൻ അലങ്കാരം ഏത്? അനന്വയം. ഗദ്യത്തിൻ്റെയും പദ്യത്തിൻ്റെയും നാഡികളിൽ ഒരേ മനുഷ്യരക്തമാണ് ഓടുന്നതെന്ന് പ്രസ്താവിച്ച കാൽപ്പനിക കവിയാര്? വേർഡ്സ്വർത്ത്. ചേരുംപടി ചേർക്കുക. ഇതിൽ ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. ആർട്സ് പൊയറ്റിക്ക ഹോറസ്, ഓൺ ദി സബ്ലൈം ലോങ്കിനസ്, ഡിസ്ക്രിപ്റ്റീവ് ക്രിറ്റിസിസം ഡ്രൈഡൻ, എസ്സേ ഓൺ ക്രിറ്റിസിസം പോപ്പ്. ജ്ഞാനത്തിൻ്റെ രണ്ട് രൂപങ്ങളായി ക്രോച്ചെ കാണുന്നവ ഏതെല്ലാം? അന്തർജ്ഞാനപരമായ അറിവും യുക്തിശാസ്ത്രപരമായ അറിവും. ബാഹ്യപ്രപഞ്ചം മിഥ്യയാണെന്ന വാദത്തെ പ്ലേറ്റോ സാധൂകരിക്കുന്നത് എങ്ങനെ? ആത്യന്തിക സത്യമായ ആശയലോകത്തിൻ്റെ പ്രതിച്ഛായ മാത്രമാണത്. താഴെ പറയുന്നവരിൽ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെ? എറിക് ഫ്രോം, ഹെർബർട്ട് മാർക്യൂസ്. താഴെ പറയുന്നവയിൽ റിയലിസത്തിന് ഇണങ്ങുന്ന പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. മൗലികങ്ങളായ മാനുഷിക വികാരങ്ങളെ സ്പർശിക്കുന്നവ, പ്രത്യക്ഷ ജീവിത യാഥാർത്ഥ്യങ്ങളെ നിർഭയമായി പകർത്തുന്നവ. പാഠത്തെ പഴയ വിലയിരുത്തലുകളുടെ വലയത്തിൽ നിന്ന് മോചിപ്പിക്കുകയും പുതിയ കൃതി എന്ന രീതിയിൽ സമീപിക്കുകയും ചെയ്യുന്ന പഠന രീതി ഏത്? നവചരിത്രവാദ പഠനം. ഒരാൾ പതഞ്ഞു പൊങ്ങുന്ന ചിരിയും മറ്റേയാൾ നിറഞ്ഞു കവിയുന്ന കണ്ണുനീരും കൊണ്ട് കേരള ചേതനയെ അഭിഷേചിച്ചു. ഡോക്ടർ എം ലീലാവതി ഏത് കവികളെയാണ് ഇങ്ങനെ പരാമർശിച്ചത്? കുഞ്ചൻ നമ്പ്യാരും ചങ്ങമ്പുഴയും. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. കാത്തുള്ളിൽ അച്യുതമേനോൻ കവി പുഷ്പമാല, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കവി ഭാരതം, മുലൂർ പത്മനാഭ പണിക്കർ കവി രാമായണം, ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ കവി മൃഗാവലി. അമ്മയ്ക്കു വെള്ളം കൊടുക്കുന്ന കാര്യവും അന്വേഷണത്തിനു വയ്ക്കുന്നവരിവർ. കവിയും കൃതിയും രേഖപ്പെടുത്തുക. കുഞ്ഞിരാമൻ നായർ മംഗളാശംസ. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. ധന്യ വേങ്ങച്ചേരി ഒരു ഉരുളയുടെ കഥ, പി രാമൻ പിന്നിലേക്ക് വീശുന്ന കാറ്റ്, സുകുമാരൻ ചാലിഗദ്ദ മീനുകളുടെ പ്രസവമുറി, KR ടോണി ദൈവപാതി. ഇവിടെ പിറക്കുന്ന കാട്ടുപുല്ലിലുമുണ്ട് ഭുവനം മയക്കുന്ന ചന്തവും സുഗന്ധവും. ഏത് ദേശമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്? കേരളം. എൻ്റെ നേതാവ് എന്ന കവിത ആരെക്കുറിച്ച് എഴുതിയതാണ്? ഇടശ്ശേരി K. കേളപ്പനെ കുറിച്ച് എഴുതിയത്. എൻ്റെ കവിതയിൽ ഞാൻ കത്തി ദഹിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ചിതയിൽ എന്ന പോലെ. എൻ്റെ കവിതയിൽ ഞാൻ വാക്കുകൾ അടുക്കി അടുക്കി വയ്ക്കുന്നു. കവിയാര്? കവിത ഏത്? സച്ചിദാനന്ദൻ ദേശാടനം. താഴെ കൊടുത്തിരിക്കുന്നവരിൽ മനുഷ്യാലയ ചന്ദ്രിക മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? കുഴിക്കാട്ട് മഹേശ്വരൻ നമ്പൂതിരി. ഇന്ത്യൻ പൂച്ച എന്ന കഥാസമാഹാരത്തിൻ്റെ കർത്താവാര്? സുനു AV. ബാറ്റൻ ബോസ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? KM ചാക്കോ.
അലക്സ് ഹാലി കേട്ടെഴുതിയ മാൽക്കം എക്സിൻ്റെ ആത്മകഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാര്? AP കുഞ്ഞാമു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദേവകി നിലയങ്ങോട് രചിച്ച സ്മരണ ഏത്? വാതിൽ പുറപ്പാട്. താഴെ കൊടുത്തവയിൽ രവീന്ദ്രൻ്റേതല്ലാത്ത സഞ്ചാര സാഹിത്യകൃതി ഏത്? ബാൾട്ടിക് ഡയറി. ഖസാക്കിൻ്റെ ഇതിഹാസം വെങ്കടേഷ് മാഡ്ഗുൾക്കറുടെ ബൻഗർവാഡിയുടെ അനുകരണമാണെന്ന് ആരോപണം ഉന്നയിച്ചത് ആര്? GN പണിക്കർ. കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളിൽ ശീതങ്കൻ തുള്ളലിന് ഉദാഹരണം ഏത്? ധ്രുവചരിതം. തോൽപ്പാവക്കൂത്തിനെ അന്താരാഷ്ട്രവൽക്കരിച്ചതിൽ പ്രധാന പങ്കുവഹിച്ചത് ആര്? KK രാമചന്ദ്ര പുലവർ. ഭാവാത്മക നാടകത്തിന് ഉദാഹരണം ഏത്? സമത്വവാദി. വെള്ളരി നാടകത്തിൻ്റെ സ്വരൂപത്തിൽ TP സുകുമാരൻ രചിച്ച കൃതി ഏത്? ആയഞ്ചേരി വല്യശമൻ. KG ജോർജ് സംവിധാനം ചെയ്ത പഞ്ചവടിപ്പാലം എന്ന സിനിമയ്ക്ക് ആധാരമായ പാലം അപകടത്തിൽ എന്ന കഥ എഴുതിയത് ആര്? വേളൂർ കൃഷ്ണൻകുട്ടി. ഭാഷ എന്ന തമിഴ് സിനിമയുടെ സംവിധായകൻ ആര്? സുരേഷ് കൃഷ്ണ. ഏറ്റവും കൂടുതൽ കാലം ഒരേ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ഇന്ത്യൻ ഭാഷാ സിനിമ ഏത്? ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗ. കേസരി ബാലകൃഷ്ണപിള്ളയുടെ രൂപമഞ്ജരി എന്ന കൃതി ആദ്യം പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1937. സംവിധാന ഭംഗിയാണ് കല എന്ന് അഭിപ്രായപ്പെട്ട നിരൂപകൻ ആര്? K. ഭാസ്കരൻ നായർ. കാവ്യോൽപ്പത്തി എന്ന നിരൂപണ കൃതിയുടെ കർത്താവാര്? MB ശങ്കുണ്ണി നായർ. താഴെ കൊടുത്തവയിൽ K. രാഘവൻ പിള്ളയുടേതല്ലാത്ത ഗ്രന്ഥം ഏത്? കാളിയുടെ നാവ്. ഡോക്ടർ M. ലീലാവതിക്ക് തായാട്ട് അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? അപ്പുവിൻ്റെ അന്വേഷണം. തിരസ്കൃതരുടെ രചനാഭൂപടം എന്ന നിരൂപണ കൃതി എഴുതിയതാര്? OK സന്തോഷ്. കുമാരനാശാൻ്റെ നളിനി കാവ്യത്തിൻ്റെ ആത്മാവ് കണ്ടെത്താൻ അവതാരികയിൽ AR രാജരാജവർമ്മയ്ക്ക് കഴിഞ്ഞില്ലെന്ന് അഭിപ്രായപ്പെട്ട നിരൂപകൻ ആര്? രാജേന്ദ്രൻ എടത്തുംകര. റോമൻ യാക്കോബ്സൺ അവതരിപ്പിച്ച ചിഹ്നാന്തര വിവർത്തനം എന്ന വിവർത്തന വിഭാഗം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അനുകൽപ്പനം. ഗായത്രി സ്പിവാക്കിൻ്റെ ഒരു വിജ്ഞാനശാഖയുടെ അന്ത്യം, അതായത് ഡെത്ത് ഓഫ് എ ഡിസിപ്ലിൻ എന്ന കൃതി ഏത് വിഷയത്തെ പറ്റിയുള്ളതാണ്? താരതമ്യ സാഹിത്യം. താഴെ പറയുന്നവയിൽ റുബായിയാത്തിൻ്റെ മലയാള വിവർത്തനം തിരഞ്ഞെടുക്കുക. ഇതിൽ B ആണ് ശരി ഉത്തരം. 1ഉം 2ഉം മാത്രം. ചങ്ങമ്പുഴയുടെ മധുരോത്സവം, G. ശങ്കരക്കുറുപ്പിൻ്റെ വിലാസലഹരി. സുൽത്താൻസ് ബാറ്ററി മലയാളത്തിൽ സുൽത്താൻ ബത്തേരി ആകുന്നത് ഏതിനം വിവർത്തനമാണ്? സ്വനിമിക വിവർത്തനം. കുമാരനാശാൻ്റെ വീണപ്പൂവ് ആദ്യം പ്രസിദ്ധീകരിച്ച ആനുകാലിക പ്രസിദ്ധീകരണം? മിതവാദി. ഇനി വായന ഈ വായന എന്ന കൃതി ആരുടേത്? VK ആദർശ്. ഈ പെർ വായിച്ചാൽ അർത്ഥം തോന്നുമോ എന്നറിയുകയില്ല എന്ന വാക്യത്തിന് കേരള പത്രപ്രവർത്തന ചരിത്രത്തിലുള്ള പ്രാധാന്യം എന്ത്? ആദ്യ മലയാള മാസികയിലെ ആദ്യ വാക്യം. ഭാഷാധ്യാപനത്തിന് ഏറ്റവും ആവശ്യം ഉണ്ടായിരിക്കേണ്ടത്? ഭാഷയോടുള്ള അനുകൂല അഭിഭാവം.
പഠിതാവിൻ്റെ വൈകാരിക സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ആത്മാഭിമാനം. ബോധന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ബാഹ്യ ഘടകം ഏത്? ക്ലാസ് മുറി സൗകര്യങ്ങൾ. പ്രശ്നപരിഹരണത്തിനും അഭിനയത്തിനും പ്രാധാന്യം നൽകുന്ന ബോധന രീതി ഏത്? പാത്രനാട്യം. നേരനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ബോധന ഉപാധി ഏത്? പഠനയാത്ര. ഗവേഷണ പ്രക്രിയയിലെ ശരിയായ ക്രമം ഏത്? നിരീക്ഷണം, പരികൽപ്പന, പരീക്ഷണം, സിദ്ധാന്തം. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. ഒരു ഗവേഷണോപകരണത്തിൻ്റെ വിശ്വാസ്യത അളക്കുന്നതിനുള്ള ആന്തരിക സ്ഥിരതാ രീതി. ക്രോൺബാക്ക് ആൽഫ. ക്രോൺബാക്ക് ആൽഫ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗവേഷണ ജേണലുകളുടെ ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്ന സൂചകം ഏതെല്ലാം? ബി ആണ് ശരിയുത്തരം, 2 മാത്രം. സ്വാധീന ഗുണകം. ചേരുംപടി ചേർത്ത് ശരിയുത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. ചോദ്യാവലി സർവേ പഠനത്തിന് അനുയോജ്യം. അഭിമുഖം ആഴത്തിലുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നു. സിദ്ധിശോധകം വിദ്യാഭ്യാസ നേട്ടം പഠിക്കാൻ ഉപയോഗിക്കുന്നു. പങ്കാളിത്ത നിരീക്ഷണം സാംസ്കാരിക സവിശേഷതകളെ പഠിക്കാൻ ഉപയോഗിക്കുന്നു. ഗവേഷണ രീതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, 1, 2, 3. ഗുണാത്മക രീതിയാണ് ജനസംസ്കാര പഠനങ്ങൾക്ക് അനുയോജ്യം. കേസ് പഠനം ഒരു അനുദൈർഘ്യ രീതിയാണ്. ചരിത്ര പഠനങ്ങളുടെ വിശ്വാസ്യത പ്രാഥമിക ഉപദാനങ്ങളുടെ വിശകലനത്തെ ആശ്രയിച്ചിരിക്കുന്നു. താഴെ പറയുന്നവയിൽ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്തത് ആര്? ഇന്ദിരാഗാന്ധി. ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് പൗരന്മാർക്കുള്ള മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 25. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. തിരഞ്ഞെടുപ്പ് പ്രകാരമാണ് ഗവർണർ എന്ന പദവിയിലേക്ക് നിയമനം നടക്കുന്നത് എന്നാണ് ശരിയല്ലാത്ത പ്രസ്താവന. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അനുച്ഛേദം 32 വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. താഴെ പറയുന്നവയിൽ കേവല ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം, A and B. സംസ്ഥാനങ്ങളുടെ പേരുമാറ്റൽ, സംസ്ഥാന നിയമസഭയുടെ ഉപരിസഭ രൂപീകരണം. 2005 വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് പൊതുകാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്ര ദിവസത്തിനകം ലഭിക്കണം എന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? 30 ദിവസം. ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമാറിയ. 2013 ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരം സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതല എന്തെല്ലാം? ബി ആണ് ശരിയുത്തരം, A and B. സുതാര്യവും ഉത്തരവാദിത്വപൂർണവുമായ ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്തുക. പൊതുവിതരണ സംവിധാനത്തിലൂടെ ഭക്ഷ്യധാന്യങ്ങളുടെ കൃത്യമായ വിതരണം ഉറപ്പുവരുത്തുക. താഴെ പറയുന്നവയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൻ്റെ ഗുണഭോക്താവ് ആര്? വീടുള്ള എല്ലാ വിഭാഗത്തിലെയും യുവതിയും യുവാക്കളും. 2005
ഗാർഹിക പീഡന നിയമപ്രകാരം സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതി കേൾക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ള അധികാരി ആര്? ജില്ലാ മജിസ്ട്രേറ്റ്. താഴെ പറയുന്നവയിൽ കാർഷിക വിപ്ലവം ഏത്? കുറിച്യ കലാപം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. ബി ആൻഡ് സി. ആത്മോപദേശ ശതകം, ദർശനമാല എന്നിവ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. മറ്റു രണ്ടും അദ്ദേഹത്തിൻ്റെതുമായി ബന്ധപ്പെട്ടിരിക്കുന്നില്ല. സാധുജന പരിപാലന സംഘം രൂപീകരിച്ച വർഷം 1907. താഴെ പറയുന്നവരിൽ നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാത്തത് ആര്? മന്നത്ത് പത്മനാഭൻ. കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ആദ്യ തൊഴിലാളി പ്രസ്ഥാനം ഏത്? തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആര്? സുമൻ ബെറി. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തിയത്? ഭേദഗതി 86. കേരളത്തിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? 2008. 2008 തണ്ണീർത്തട സംരക്ഷണ നിയമം കേരളത്തിൽ നിലവിൽ വന്നത്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര്? പഴശ്ശിരാജ. SNDP യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആര്? N. കുമാരനാശാൻ. HSST സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ HSA, HSST, UGC നെറ്റ്, സെറ്റ്, JRF എന്നീ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഡിഗ്രി PG പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഉപകരിക്കുന്ന ക്ലാസ്സുകളായിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക്